നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മുനിസിപ്പാലിറ്റിയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞെന്ന കേസിൽ പാലക്കാട് മുന്നോട്ട് പ്രവർത്തകരെ വെറുതെ വിട്ടു. പാലക്കാട് മുനിസിപ്പൽ ഓഫീസ് വളപ്പിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞെന്ന് ആരോപിച്ച് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർക്കെതിരെ ടൗൺ സൗത്ത് പോലീസ് എടുത്ത കേസിലെ മുഴുവൻ പ്രതികളെയും പാലക്കാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു. ഡോക്ടർ MN അനുവറുദ്ദീൻ, P വിജയൻ, KM പ്രേംകുമാർ, AH അബ്ദുൾ ജലീൽ, വള്ളത്തോൾ മുരളീധരൻ, പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. 2017 വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നില്ലെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചതിനെതിരെയായിരുന്നു അന്ന് പ്രതിഷേധം നടത്തിയത്. 2017 പാലക്കാട് മുനിസിപ്പാലിറ്റി വീടുകളിൽ നിന്ന് ജൈവ മാലിന്യങ്ങളോ അജൈവ മാലിന്യങ്ങളോ ഒന്നും ശേഖരിക്കില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഇതിനെതിരായി പാലക്കാടുകാരുടെ പ്രതിഷേധം എന്ന നിലയ്ക്ക് പാലക്കാട് മുന്നോട്ട് സംഘടനയും കോളനി അസോസിയേഷൻ ഓഫ് പാലക്കാട്, കോൺഫെഡറേഷൻ ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു കുപ്പത്തൊട്ടി ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും പാലക്കാട് മുനിസിപ്പാലിറ്റി വരെയുള്ള ഒരു ജാഥയായിരുന്നു. അതിൽ ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് മേട്ടുപ്പാളയം സ്ട്രീറ്റിലെ പൂക്കടകളിൽ നിന്ന് ശേഖരിച്ച പൂവിൻ്റെ വേസ്റ്റ് ഒരു അട്ടപ്പെട്ടിയിലാക്കി തലയിൽ ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് ജാഥ നടത്തിയത്. അവിടെ പോയി ധർണ നടത്തി പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. മാലിന്യം അവിടെ വിതറുകയോ അല്ലെങ്കിൽ അവിടെ വൃത്തികേടാക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിരുന്നില്ല. പക്ഷേ നിരന്തരം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ചില കൗൺസിലർമാർക്ക് ഞങ്ങളോട് എതിർപ്പുണ്ടായി. അവർ പോലീസിനെ സ്വാധീനിച്ച് നിർബന്ധിച്ച് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാ കേസ് എടുക്കുകയായി. അങ്ങനെ 2017 ചാർജ് ചെയ്ത കേസ് 2025 വരെ നീണ്ടു. 8 വർഷത്തോളം ഞങ്ങൾ കോടതി കയറിയത്. അവസാനം ഞങ്ങൾക്കെതിരെ തെളിവില്ലെന്ന് കണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഞങ്ങളെ 5 പേരെയും വിട്ടയക്കാനുണ്ടായത്. ഇതിനിടയിൽ അപ്പാർട്ട്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്ന KC രാമേന്ദ്രേട്ടൻ മരിച്ചുപോയി. ബാക്കി 5 പേരെയും കോടതി തെളിവില്ലെന്ന് കണ്ട് നിരവധികം വിട്ടയക്കാനുണ്ടായി. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.